ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തി കാരശ്ശേരിയിലെ ഒരു വാർഡ് മെമ്പർ. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന കൂവപ്പാറ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസമായി വാർഡ് മെമ്പർ അമീന ബാനുവാണ് കുഴൽക്കിണർ നിർമ്മിച്ചു നൽകി വാക്കുപാലിച്ചത്. ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കാരശ്ശേരിയിലെ ഒരു വാർഡ് മെമ്പർ. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന കൂവപ്പാറ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസമായി വാർഡ് മെമ്പർ അമീന ബാനുവാണ് കുഴൽക്കിണർ നിർമ്മിച്ചു നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വീടുകളിൽ വോട്ടഭ്യർത്ഥിച്ചു പോയ സമയത്ത് കൂവപ്പാറ ഭാഗത്തുള്ള വോട്ടർമാരുടെ പ്രധാന ആവശ്യം ആ ഭാഗത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നതായിരുന്നു. അന്ന് അമീന ബാനു അവർക്കൊരു വാക്ക് നൽകി. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും നിങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുമെന്ന്. ആ വാക്കാണ് ഇപ്പോൾ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ പൂർത്തിയാക്കിയത്. ഒന്നാം ഘട്ടമെന്ന നിലയിൽ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകുകയും വെള്ളം കണ്ടെത്തുകയും ചെയ്തു. അടുത്ത ഘട്ടത്തിൽ ടാങ്ക് സ്ഥാപിക്കുകയും പൈപ്പ് കണക്ഷൻ നൽകുകയും ചെയ്യും. കുഴൽക്കിണർ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം നിർവഹിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവിടെ മത്സരിച്ച UDFിൻ്റെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ നിയുക്ത മെമ്പറുമായിട്ടുള്ള അമീന ബാനും UDFിൻ്റെ പ്രവർത്തകരുമൊക്കെ ഈ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ളത്തിനുള്ള പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവർ വിജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മെമ്പർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ UDF പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരു പ്രവാസിയുടെ സഹായത്തോടു കൂടി ഇവിടെ കുടിവെള്ള പദ്ധതിക്കുള്ള ഒരു കുഴൽക്കിണറിന്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒന്നാം ഘട്ടമായിട്ടുള്ള പ്രവർത്തനമാണ്. കുഴൽക്കിണർ കുത്തി വെള്ളം കണ്ടതിന് ശേഷം ആവശ്യമായ പമ്പും അതുപോലെ തന്നെ ടാങ്കും മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളൊക്കെ ഇതിന്റെ രണ്ടാം ഘട്ടത്തിലൂടെ പ്രവർത്തന സജ്ജമാക്കി ഈ മേഖലയിലെ ഒരുപാട് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കി കൊടുക്കുന്ന ഈ പദ്ധതി ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ്. റൌഫ് കൊളക്കാടൻ അധ്യക്ഷനായി. സമത് ആനയാങ്കുന്ന്, AP ബാപ്പു, മുജീബ് കറുത്തടത്ത്, റിയാസ് ഊരാളി, യാസർ ചാലുള്ളി, ഹക്കീം ആറ്റുപുറം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.